വട്ടിയൂർക്കാവ് സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മൊഞ്ചൻ വീട് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ക്യൂട്ട് ഹൗസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വൈസ് ആയാലും എക്സ്റ്റീരിയർ വൈസ് ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ എലിവേഷൻ വൈസ് എല്ലാം നമ്മൾ എ ഫ്രെയിം റൂഫും അതോ കേബിൾ റൂഫും 3D എലിവേഷനും അപ്പോൾ അങ്ങനത്തെ വരുന്ന ഒരു സെമി കണ്ടംപററി ഡിസൈനാണ് നമുക്ക് ഈ ഒരു വീട്. അപ്പോൾ നമുക്ക് കറക്റ്റ് വട്ടിയൂർക്കാവ് സ്ഥലത്ത് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നമുക്കൊരു 100 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്നൊരു വീടാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്ററേ ഉള്ളൂ. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പണി ചെയ്ത് തീർന്നു വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് താഴോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ പണി ചെയ്ത് വരുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷങ്ങളാണ് ഫുള്ള് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വാസ്തുപ്രകാരം തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ലോറി സൈറ്റ് തന്നെയാണ് ഈ ഒരു വീട്, കരഭൂമിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി വട്ടിയൂർക്കാവിൽ നിന്ന് കാവിൻപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 4 ബെഡ്റൂം നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനും കാര്യങ്ങളും എലിവേഷൻ ഡിസൈനും കാര്യങ്ങളെല്ലാം ഈ വീടിന് ചെയ്തിട്ടുണ്ട്. നല്ല അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ഫുള്ള് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വരുന്നതായിരിക്കും. തൊട്ടടുത്ത് വേറെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇപ്പം ടാറിൻ്റെ ഇതിടാത്തത് ഫുള്ള് ടാർ ഇട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഈ കാണുന്നതാണ് ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് വീടിനകത്ത് കയറാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു എൻട്രൻസിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടെല്ലാം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് വരുന്നുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് ഒരു കാറും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് തന്നുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് നമുക്ക് സ്പേസ് വിട്ടിട്ടുള്ളത്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. നല്ല പ്രത്യേകം ഒരു ഭംഗിയായിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു കിണർ ഇവിടെ വന്നിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വാട്ടർ മെലൻ്റെ സ്ലൈസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കിണറിൻ്റെ ഒരു തീമെന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് ഇവിടെ നമുക്ക് പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. ഒരു ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കോർണറിൽ വിട്ടിട്ടാണ് ഈ ഒരു ഭാഗം വിട്ടേക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഒരു കവേർഡ് കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3D എലിവേഷൻ എക്സ്റ്റൻഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് വന്നിട്ടുണ്ട്. സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല SUV കോമ്പാക്റ്റ് വണ്ടികളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസും ഇതിനകത്തുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. EV വണ്ടികളൊക്കെ ആണെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്കവിടെ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു പൈപ്പ് കണക്ഷൻ ചെയ്തേക്കുന്നതാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു സിറ്റൗട്ടാണ്. 10x6 ഡയമെൻഷനാണ് നമുക്ക് സിറ്റൗട്ട് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 2 സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റൗട്ട്. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പാനൽ വർക്കും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ ലെങ്ത്തിലാണ് പാനൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സിറ്റൗട്ടായിട്ട് നമുക്കിവിടെ മനസ്സിലാവും. ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ഡോർ കംപ്ലീറ്റ് പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കൊടുത്ത് ഒരു ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള പ്ലാവിൻ തടിയിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് കിടക്കാം. സിറ്റൗട്ടിൽ നമ്മൾ നേരെ ഇൻറ്റീരിയർ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇൻറ്റീരിയർ ഭാഗത്ത് പോകുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ലിവിങ് സ്പേസ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. താഴെ നമ്മൾ ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 16x8 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 16x8 ഡയമെൻഷൻ വരുന്നത്. അട്രാക്റ്റീവായിട്ട് TV യൂണിറ്റ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് TV യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്തേക്കുന്നത്.
നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള TV യൂണിറ്റ് ഏരിയ, സ്റ്റാൻഡേർഡ് രീതിയിലുള്ള TV യൂണിറ്റ് ഏരിയ. മുകളിലും താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി അതിന് സൈഡിലായിട്ടും നമുക്ക് ഡെക്കോർ ഐറ്റംസ് വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള TV യൂണിറ്റ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു ലിവിംഗ് ഏരിയയിൽ നല്ലൊരു അട്രാക്റ്റീവ് പീസ് തന്നെയാണ് ഈ TV യൂണിറ്റ് ഏരിയ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. നടുക്കായിട്ട് നമുക്ക് വുഡൻ പാനൽ വർക്കും കാര്യങ്ങളും കൊടുത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ചെയ്തുകൊണ്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി തീർത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഈ ചെയ്തേക്കുന്നത്. ഒരു കോർണറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ടൊന്ന് പോവാം. നല്ല പ്രത്യേകിച്ച് ഭംഗിയായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. രാവിലെ പകൽ സമയത്തൊക്കെ നല്ല വീടിനകത്ത് വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാൻ തക്കെയായിട്ടുള്ള നല്ലൊരു ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല മോഡേൺ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്കിത് ഫുൾ ഫൈബർ ഗ്ലാസും കാര്യങ്ങളും ചെയ്ത് ടെമ്പർ ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അതിനകത്ത് സ്ട്രിപ്പ് ബാറും കാര്യങ്ങളൊക്കെ ഇറക്കി 2 കർട്ടൺ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വന്ന് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായൊരു ഏരിയ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസ് തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്ക് വരുന്നത്. 10x12 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മോഡൽ വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ്, നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ചെയ്തേക്കുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് ജാഗോറിനെ നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹാഫ് മൂൺ ഷേപ്പ് വരുന്ന ഒരു മിറർ കാര്യങ്ങളൊക്കെ പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വലിയ ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഡൈനിങ് ഏരിയയിലുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വിത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെ വരുന്ന ഫോൾ സീലിംഗ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ വുഡൻ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനാക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള 3D ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള കിച്ചണാണ് ഇവിടെ വരുന്നത്. പാർട്ടീഷൻ നമുക്ക് നല്ല മനോഹരമായി തീർത്തുള്ള ഒരു പാർട്ടീഷനാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് വെച്ച് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൻ്റെ പാർട്ടീഷൻ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനും അതുപോലെ തന്നെ എൻട്രൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ടോപ്പ് കാര്യങ്ങളെല്ലാം ഗ്രാനൈറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് അത് നമുക്ക് ഫാൻസി ലൈറ്റ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീണ്ടും കിച്ചൺ. നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും കാര്യങ്ങൾ ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ടെയിൽ ഉൾപ്പെടെ നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതാണ് ഈ കിച്ചൺ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 12x12 ആണ് നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസും എല്ലാം നമുക്ക് ഒരുക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഒരു വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ തന്നെ വരുന്നുണ്ട്. 6x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിങ്കും ഒരു പൈപ്പ് കണക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമായിട്ടാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പം 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്.
ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ വിത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്ക്. അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത്. ഫുൾ ഫിറ്റിംഗ്സ് നമുക്ക് സെറയുടെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തേക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു ഈ ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള വലിയ ഒരു ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ട് അത് പ്രൊഫൈലൈറ്റ് ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റീൽ ബാർസും നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് സ്റ്റെയറിൻ്റെ വരുന്നത്. തൊട്ട് താഴെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ള് പ്രൊഫൈലൈറ്റ് ചാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫർബുക്കോള മോഡൽ വരുന്ന ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് പകൽ സമയത്തൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത് കിട്ടാൻ തക്ക രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. സൈഡിലായിട്ട് ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ, നമുക്ക് ചെറിയ 3 വിൻഡോസ് കാണാൻ പറ്റും. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി സ്റ്റെയറും മുകളിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിങ് ഏരിയ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണി, മെയിൻ ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലിവിങ് ഏരിയയുടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയ ഒരു കമ്പ്യൂട്ടർ ടേബിളും നമുക്ക് മോണിറ്റർ ടേബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗിൻ്റെത് വരുന്നത്. 8x12 നമുക്കിവിടെ ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു ഹാളിലെ ഡയമെൻഷൻ 8x12 നമുക്ക് വരുന്നത്. നമുക്ക് നേരെ വീണ്ടും ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. നമുക്ക് ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂം 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീണ്ടും ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട്. വിത്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാത്റൂമിൽ യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള സെറയുടെയാണ് നമുക്ക് കംപ്ലീറ്റ് പ്രോഡക്ട്സും യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ഡിസൈനും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത്. ഡ്രസ്സിങ് മിററും അതുപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഇതും നമുക്ക് സെറയുടെ കംപ്ലീറ്റ് പ്രോഡക്ട്സ് സെറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങൾ തന്നെയാണ് ഈ റൂമിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 16x14 ഡയമെൻഷൻ വരുന്ന ഈ റൂം സൈസാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തേക്കുന്നത്. ഒരു വാൾ റൂഫ്സും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും നമുക്ക് ഒരുമിച്ച് വരുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ്ലി സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കിവിടെ അതിൻ്റെ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക്
അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിനോട് ചേർന്നുള്ള ഒരു ബാൽക്കണി സ്പേസ്. ഇത് നമുക്ക് മെയിൻ ബാൽക്കണിയോട് നമുക്ക് ജോയിൻ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണി നമുക്ക് മെയിൻ ബാൽക്കണിയോട് ജോയിൻ ചെയ്താണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മെയിൻ ബാൽക്കണിയോട് ചേർന്ന് തന്നെയാണ് ജോയിൻ ചെയ്ത് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽസാണ് ചെയ്തേക്കുന്നത്. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട സമയത്തൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടെ തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇതാണ് നമുക്ക് മെയിൻ ബാൽക്കണിയിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് വരുന്നത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്ന ബാൽക്കണിയുടെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് കാവുംപുറത്തുള്ള സ്ഥലത്ത് നമുക്ക് നല്ല ആർക്കിടെക്ചറൽ ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് വരുന്ന നല്ല മനോഹരമായൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ കൂടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല കിടിലം വീടാണ് ഇത്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്, വില്ല പ്രോജക്റ്റാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് നമുക്കിവിടെ ഈ ഒരു വീട്ടിൽ എത്തിച്ചേരാനായിട്ടുള്ള സ്പേസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 95 ലക്ഷമാണ് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ ഒരു 95 ലക്ഷം നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസും കൂടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.